I wish I had worked with Tilagan. Yeah. That is one actor who എനിക്ക് ഒന്ന് രണ്ടിൽ കാസ്റ്റ് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. മമ്മൂട്ടി ആയിരുന്നു. മീര ജാസ്മിൻ ഓൾസോ കൈൻഡ് ഓഫ് അവർ തന്നെ ആയിരുന്നു ഏറെക്കുറെ സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആൾക്കാർ. പല ആക്ടേഴ്സിനെ എടുത്ത് നോക്കിയാൽ എസ്പെഷ്യലി ആക്ട്രസ് മീര ജാസ്മിൻ ആണെങ്കിലും ആൻ ആണെങ്കിലും അവരുടെ ബെസ്റ്റ് ഫിലിംസ് എന്ന് പറയുന്നത് ശ്യാം പ്രസാദ് ഫിലിംസിലാണ് ബെസ്റ്റ് പെർഫോമൻസസ് വന്നിട്ടുള്ളത്. അത് ഹൗ ഡു യു ടേക്ക് ഇറ്റ് ഔട്ട്? എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണോ അത് പുറത്തെടുക്കുന്നത്? എന്താ പ്രോസസ് എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓഫ് കോഴ്സ് അവരുടെ ടാലൻറ്റ് അതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ സെൻസിബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി ഒക്കെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോർ ദാൻ എനിത്തിങ് എൽസ് ഇറ്റ് ഈസ് ഹൗ വെൽ ദ പാർട്ട് ഈസ് റിട്ടൺ, ഹൗ വെൽ ദ ക്യാരക്ടർ ഈസ് എച്ച്ഡ് ഇൻ ദ സ്ക്രിപ്റ്റ്. ആ ഏത് ആക്ടർക്കും പെർഫോം ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്ക് അതിനകത്തുണ്ടോ എന്നുള്ളതാണ്. അവർ യഥാർത്ഥത്തിലുള്ള മനുഷ്യരായിട്ടാണോ നമ്മൾ തോന്നുന്നത്? അവർ നന്നായി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? you feel like they are really real people. അത് ആ ക്യാരക്ടറൈസേഷനിൽ നിന്നാണ് അത് വരുന്നത്. അത് എഴുത്തിൽ തുടങ്ങുന്നു, പിന്നെ അതിനെ എങ്ങനെ വിഷ്വലി പോർട്രേ ചെയ്തിരിക്കുന്നു, അതിൽ ഓരോ ഇമോഷൻ എങ്ങനെ ചെയ്തിരിക്കുന്നു. സിൻസ് ഇത് രണ്ടും എഴുതിയതും എന്ന് വെച്ചാൽ തിരക്കഥയായിട്ട് എഴുതിയതും കൂടി ഞാനായതുകൊണ്ട് ഐ കുഡ് ഇമാജിൻ ഹൗ ഹി വുഡ് ബിഹേവ്, ഷീ വുഡ് ബിഹേവ്. അതിലൂടെയാണ് അത് വന്നിരിക്കുന്നത്. ആൻഡ് ലോട്ട് ഓഫ് ഇറ്റ് ഈസ് ദെയർ കോൺട്രിബ്യൂഷൻ ഓൾസോ. ഞാൻ ധാരാളം ആക്ടേഴ്സിന് ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വർക്ക്ഷോപ്സ് നടക്കാറുണ്ട്. സോ ദേ ഡിസ്കവർ ദെംസെൽസ് ഇൻ ദാറ്റ് ക്യാരക്ടർ ഓൾസോ. ഈ പറഞ്ഞ പോലെ ഒരു കഥാപാത്രമായി മാറുക എന്ന് പറയുന്നൊരു ക്ലിഷയാണ്. ആക്ച്വലി കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റീസും ഈ നടൻ്റെ തന്നെ ക്വാളിറ്റീസും തമ്മിലുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ഓസ്മോസിസാണ് ഇവിടെ നടക്കുന്നത്, ഒരു മെർജറാണ് നടക്കുന്നത്. മമ്മൂട്ടിയിലുള്ള നാഥനും നാഥനിലുള്ള മമ്മൂട്ടിയും കൂടി ചേരലാണ്. സോ അതിനൊക്കെ അലൗ ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ദർ ഈസ് നോ റാഷ്. ഐ മീൻ ഇറ്റ് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ് ആൻഡ് ഡിസ്കസ്ഡ് ഇനഫ്. സോ ദി ആക്ടർ ഈസ് നെവർ കൺഫ്യൂസ്ഡ് ഓൺ മൈ സെറ്റ്, ഐ ഹോപ്പ്. സോ ദേ ആർ വെൽ ബ്രീഫ്ഡ് ബിഫോർ. നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷനാണ് ഡയറക്ടറുടെ സ്കില്ലിലെ പരമപ്രധാനം. കാരണം ആക്ടറോട് മാത്രമല്ല, ഒരു ക്യാമറമാനോട്, ഇവരോടൊക്കെ പ്രിസൈസായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ആ സംവിധായകൻ്റെ വിജയം. കാരണം തൻ്റെ ആശയം, താൻ കാണുന്ന ലോകം, നേരത്തെ പറഞ്ഞ ഒരു ദൃശ്യശ്രാവ്യ ലോകത്തെ 100 പേരിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സോ അത് കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ് ആൻഡ് പ്രസിഷൻ കൂടെയാണത് വരുന്നത്. സോ ഈ മനോരഥങ്ങൾ തന്നെ I think there was a web series on Rabindranath Tagore. Yeah, I watched it. Yeah. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഇത് ഉണ്ടാക്കിയതെന്ന്, ഡോട്ടർ ഓഫ് MTS. So do you think there can be other such novels or short stories in Malayalam? Oh, there are several. To name? Oh yeah, മാധവക്കുട്ടിയുടെ സീരീസ് ഒരു ആന്തോളജി പോലെ ചെയ്യാം. പല റൈറ്റേഴ്സിൻ്റെയും ചെയ്യാൻ പറ്റും. പല തീമിൽ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ. പക്ഷേ ഇതിനൊക്കെ ഓഡിയൻസ് എവിടെയുണ്ടെന്നുള്ളതാണ് ഒരു ക്രിട്ടിക്കൽ. സാറ ജോസഫ് നോവലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് ഓൾറെഡി റിട്ടൺ ദി സ്ക്രിപ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. ആളോഹരി ആനന്ദം എന്നുള്ള നോവലിനെ ബേസ് ചെയ്തിട്ട്. സോ അതാണ് ഒരു 2 ജനറേഷൻ്റെ കഥയൊക്കെ പറയുന്നതാണ്. പക്ഷേ അതല്ലാതെയുള്ളൊരു ഫോമിലാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. അതിനകത്ത് വേറൊരു സിനിമ എന്നല്ല, അതിന് എൻ്റെ ഒരു കോമ്പാക്റ്റ് വേർഷൻ പോസിബിളാണ് എന്നെനിക്ക് തോന്നുന്നു. സിനിമ അത് അനീസ് സലീമിനെ ഞാൻ ചെയ്തു. ഹാസിമിൻ്റെ കടൽ, അത് സിനിമയായിട്ട്. അത് കഴിഞ്ഞു. അനീസ് സലീമിൻ്റെ ഫിനിഷ്ഡാണ്. അത് കോവിഡ് സമയത്താണ് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അത് OTTക്ക് വേണ്ടിയായിട്ട് കംസ്. എനിക്ക് ഡയറക്ടർ ആക്ടറിലെ ഒരു സംശയം തീരുന്നില്ല. അതുകൊണ്ട് ഈ ഡയറക്ടർ ആക്ടർ ആയിരിക്കുന്ന സമയത്ത് ഒരു ചലഞ്ചിങ് ക്യാരക്ടർ കൊടുക്കുക, അയാൾക്കൊരു ചലഞ്ച് കൊടുക്കുക, അങ്ങനെ ഒരു ഡയറക്ടറും അല്ലെങ്കിൽ ഡയറക്ടർ ഉദ്ദേശിച്ചതിനേക്കാൾ ബെറ്ററായിട്ട് ഇത് പെർഫോം ചെയ്യുക എന്നൊരു ആക്ടർക്കും ഒരു ചലഞ്ച് വരിക, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? യു ആർ എ ഡയറക്ടർ, യു ആർ ഓൾസോ എൻ ആക്ടർ.
അത് ആക്ച്വലി നമ്മളതിൽ അവരുമായിട്ട് എന്തുമാത്രം ഇൻട്രാക്ട് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. ആക്ച്വലി ആക്ടേഴ്സ് ലൈക്ക് ടു ബി ചലഞ്ച്ഡ്. അവർക്ക് അവരുടെ ആർട്ട് എൻ്റെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനാണ് എല്ലാവരുടെയും താല്പര്യം. ഒരു സിനിമാറ്റോഗ്രാഫർക്ക് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പിക്ചറൈസേഷൻ ആഗ്രഹിക്കുന്ന പോലെ. പക്ഷെ അതിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതൊരു കടമ, അല്ലാതെ ഒരു ബൈ ഡിഫോൾട്ട് അവരതിന് റെഡി ആയിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം സിനിമയുടെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു സൗകര്യങ്ങളിലും മറ്റ് ഇതിലൊക്കെ ആയിരിക്കും അവർ മിക്കവാറും ഇൻഡൾജഡ് ആയിരിക്കുക. അവരെ ഒരു ക്രിയേറ്റീവ്ലി അവരെ പുഷ് ചെയ്യുക എന്നുള്ളത് ഡയറക്ടറുടെ ജോലി തന്നെയാണ്. നേരത്തെ തിലകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, തിലകൻ്റെ ആ കിരീടമൊക്കെ കഴിഞ്ഞ സമയത്ത് പല ഇൻ്റർവ്യൂസിലും എഴുതാറുണ്ട്, ഒരു ഷോട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഷോട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് തിലകൻ്റെ ക്യാരക്ടർ അത്രയും നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തു. സോ ദാറ്റ് ഇറ്റ് വാസ് അത് റീഷോട്ട് ചെയ്യേണ്ടി വന്നു. കാരണം മറ്റേയാൾക്ക് കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇത് കിലുക്കത്തിലെ ഈ ഇന്നസെൻ്റ് ക്യാരക്ടറും തിലകൻ്റെ ക്യാരക്ടറുമായിട്ടുള്ള ആ ഷോട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നു. അത്തരം എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ഒരു എനിക്കറിയില്ല എന്താണെന്ന് അവിടെ സംഭവിച്ചതെന്ന്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നത് ആ എഴുതിയ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ഭാവനയും കൂടി ഉണ്ടാവും ഇതിൽ. ബിക്കോസ് ഒരു നല്ല ഫിലിം മേക്കിങ്ങിൽ അത് സംഭവിക്കില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി കൺട്രോൾഡ് ബൈ ദ ഡയറക്ടർ. ഞാൻ ഡയറക്ടർ കാര്യമില്ല പറഞ്ഞു, ഈ രണ്ട് ആക്ടേഴ്സ്, ഈവൻ ദ ആക്ടർ, ദി അതർ ആക്ടർ പെർഫോമൻസ്, യു ആർ ടോക്കിംഗ് അബൌട്ട് എ സിറ്റുവേഷൻ വെയർ, കാരണം സിനിമ ക്രോണോളജിക്കലി അല്ല ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് പിന്നീടുള്ള ഒരു രംഗത്തിലെ ഇതിന് ഒരു പ്രീവിയസ് ഒരു രംഗം എടുത്തു കഴിഞ്ഞപ്പോൾ മേ ബി യു നീഡ്, അത് ആ ഡയറക്ടറുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ എന്ത് വേണമായിരുന്നു എന്നുള്ളത്. അല്ലാതെ അങ്ങനെ അല്ലാതെ ഒരു ആക്ടറെ അങ്ങനെ അപ്സ്റ്റേജ് ചെയ്യാൻ സിനിമയിൽ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് തിയേറ്ററിൽ യെസ്, അതെ, എവറിത്തിങ് ഈസ് ഒരു ഡയറക്ടറാണ് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം തീരുമാനിക്കുന്നത്. അത് തെറ്റിയാൽ ഗുഡ് ആക്ടിങ് ഈസ് ആക്ച്വലി എ ഗുഡ് ഡയറക്ഷൻ ആണ് അതിൻ്റെ അർത്ഥം ശരിക്കും. അപ്പം അത് സംഭവിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. ആക്ടർ അത് ഒരു വളരെ സിംപ്ലിഫിക്കേഷനാണ്. ആക്ടർ ഈസ് എ ലിവിങ് ബീയിങ്. സോ നാച്ചുറലി ആക്ടറുടെ ലൈഫിലൂടെ, ഞാനിപ്പോൾ തിലകൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹിസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ സ്റ്റേജ് ആൻഡ് ഹിസ് ലൈഫ്, ഹിസ് യുണീക്നെസ്, ഹിസ് ക്യാരക്ടർ, ഇതെല്ലാമാണ് എന്നെ ഫാസിനേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് മെറ്റീരിയൽ. പണ്ട് ഏതോ നമ്മുടെ സംവിധായകൻ പറഞ്ഞ പോലെ ആക്ടറും ഒരു ചെയറും ഒരു ഫർണിച്ചർ പോലെയാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് അറ്റ് ഓൾ. I think it's one of the key construction element in filmmaking, and a living tool. It can change the film's nuances. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കാണുന്നൊരു സാധനമാണ്. സങ്കടമാണെങ്കിൽ വയലിനിസ്റ്റ് വയലിൻ വായിക്കും. അത് കുറച്ചൊക്കെ ഈ വ്യൂവറിൻ്റെ ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയെ എന്താ ഹാൻഡിക്യാപ്പ് ചെയ്യില്ലേ? അതായത് അതെ, എക്സാക്ട്ലി, ഐ ടോട്ടലി അഗ്രി. ഞാൻ ചോദിക്കുന്ന കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് പോകുമ്പോൾ അതെ, ലൈക്ക് യു ആർ സെറ്റിംഗ് ദ ടോൺ, ഇങ്ങനെയാണ് കാണേണ്ടത്. എക്സാക്ട്ലി ഈ പറഞ്ഞ പോലെ ആ സീനിലൂടെ, ആക്ടേഴ്സിൻ്റെ ക്രിയേഷനിലൂടെ, അല്ലെങ്കിൽ സീനിൻ്റെ ഹൗ ദ സീൻ ഇസ് സ്റ്റേജ്ഡ്, ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഇനഫ് ഫോർ ദാറ്റ് മൂഡ് ടു ഗെറ്റ് ക്യാരിഡ് ഇൻ ടു ദ ഓഡിയൻസ് എന്നുള്ള സംവിധായകൻ്റെ വിശ്വാസക്കുറവുകൊണ്ടാണ് അവിടെയൊക്കെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കൗണ്ടർ പോയിന്റിനെ പറ്റി പറഞ്ഞത്. So you give another dimension to the visual. ആക്ടറുടെ പെർഫോമൻസിനെ പോലും അണ്ടർമൈൻ ചെയ്യുന്നതാണ്. ആരാണ് ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ആക്ടർ? അങ്ങനെ അതിശയിപ്പിച്ചിട്ടൊന്നുമില്ല, ഇംപ്രസീവായി തോന്നിയിട്ടുണ്ട്. ഇംപ്രസീവായി തോന്നിയ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഓഫ് കോഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മിക്ക ആക്ടേഴ്സിലെയും വൺസ് യു കൈൻഡ് ഓഫ് വർക്ക് വിത്ത് ദം ഇൻ എ വെരി ഡീപ്പ് വേ, അവരിലുള്ള ആ ഒരു ഹ്യൂമൻ ബീയിങ്, അവരിൽ ഈ കഥാപാത്രത്തെ എംപതൈസ് ചെയ്യുന്ന ആ ഒരു മൂഡ്, ഇതൊക്കെ വരുമ്പോൾ ദെൻ ഇറ്റ്സ് എ ജോയിൻറ്റ് ഡിസ്കവറി, ആ പ്രോസസ് ഓഫ് ആക്ടിങ്. ആൻഡ് അപ്പോൾ അതിൽ അതിശയം എന്നുള്ളതിനേക്കാളും ഭയങ്കര ആഹ്ലാദം തോന്നിയിട്ടുണ്ട്. ഈ മമ്മൂട്ടി ആയാലും മീര ജാസ്മിൻ ആയാലും ആൻ അഗസ്റ്റിനും ഫഹദും, ഇവരെല്ലാം ഗ്രേറ്റ് കൊളാബറേറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ഇല്ല, അങ്ങനൊരു ആഗ്രഹമായിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ 1-2 പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്തിരുന്നു. പല കാരണങ്ങളും കൂടെ നടന്നില്ല. അദ്ദേഹത്തിൻ്റെ തിരക്കും എൻ്റെ വേറെ മറ്റ് എൻഗേജ്മെൻറ്റും ഒക്കെ കൊണ്ട് നടന്നിട്ടില്ല. അങ്ങനൊരു നടനെ കൊണ്ടൊരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. എനിക്കിഷ്ടപ്പെട്ടൊരു തീം പറയാൻ പറ്റുക, എനിക്കിഷ്ടപ്പെട്ട ടൈപ്പ് ഓഫ് ഫിലിം ഉണ്ടാക്കാൻ പറ്റുക, that's my primary thing, and if any of them fits into it, great. ഈയിടെ ശ്യാമപ്രസാദ് എന്ന നടനെ നമുക്ക് കാണാൻ
അതെ. Yeah. എൻജോയ് ചെയ്യുന്നുണ്ടോ ആക്ടിംഗ് എന്ന പ്രോസസ്? Well, sometimes not. കാരണം നടൻ്റെ പ്രത്യേകിച്ച് ഈ ക്യാരക്ടർ പാർട്സൊക്കെ ചെയ്യുന്ന ആൾക്ക് കുറേയധികം സമയം ഒരു അനിശ്ചിതത്വമൊക്കെ ഉണ്ട്. എന്താണത് സംഭവിക്കുന്നതെന്നത് ഡയറക്ടർ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴേ 24 മണി ആ ഷെഡ്യൂളിൽ ഇപ്പം നമ്മൾ 8 മണിക്കൂറിൻ്റെ ഒരു കോൾ ഷീറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഓരോ സെക്കൻഡും യു ആർ മേക്കിംഗ് ഡിസിഷൻസ്, യു ആർ ഇൻ കൺട്രോൾ, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. മറ്റേത് നേരെ മറിച്ചാണ്. ആൻഡ് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ലിറ്റിൽ അൺനർവിങ്. അപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. അതൊരു ബെറ്റർ ഡയറക്ടറെ ഡെഫിനറ്റ്ലി അങ്ങനെ ആക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാവും. ആക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിലെ വലിയൊരു പാർട്ടാണ്. പലപ്പോഴും പല ഡയറക്ടേഴ്സും ബേസിക്കായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പോലും തരില്ല. ഉദാഹരണത്തിന് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി ഈ ഷോട്ടിൽ എന്തൊക്കെയാണ്, ഇവിടെ ഇരിക്കുന്നു, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി TV ഓൺ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അതുപോലും ദേ അസ്യൂം ദാറ്റ് യു നോ വാട്ട് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് തിങ്. ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ എനി ആക്ടർ, മമ്മൂട്ടി ആയാലും മോഹൻലാലും എല്ലാവരും നെർവസാണ്. അറ്റ്ലീസ്റ്റ് അതൊന്ന് റോൾ ചെയ്തിങ്ങനെ വരുന്നത് വരെ. അപ്പോൾ അതുകൊണ്ട് യു നീഡ് റിയൽ സപ്പോർട്ട്. ദേ സീക്ക് യുവർ അക്സെപ്റ്റൻസ്, ദേ സീക്ക് യുവർ അപ്രിസിയേഷൻ. സോ അതൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ ഈ ജനാലയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ, കൗണ്ടറിന് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് ഡു യു എന്റർടൈൻ ദം ഇംപ്രൂവൈസിങ്? താങ്കളൊരു ഡെഫിനറ്റ്ലി പറഞ്ഞില്ല, നമ്മൾ സംസാരിച്ചല്ലോ. അതെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ സെൻസ് താങ്കൾക്ക് വേണ്ട ഒരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് വേണ്ടത് ഇവിടുന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി ഇവിടെ നിൽക്കുന്ന ഒരു ഷോട്ടാണ്. ബട്ട് ദ ആക്ടർ ഈസ് സച്ച് എ ബ്രില്യൻ്റ് ആക്ടർ. എഴുന്നേറ്റ് പോകുന്നതിനിടയ്ക്ക് അയാൾ മറ്റൊരിടത്തേക്ക് നോക്കുന്നു, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്നു. അത്തരം കാര്യങ്ങൾ ആസ് ലോങ് ആസ് it serves my bigger picture, I am all for it. ഇൻഫാക്റ്റ് അത് അവരുടേതാക്കി മാറ്റണം. ഞാൻ എങ്ങനെ ആ നോവലിനെ എൻ്റേതാക്കി മാറ്റിയോ ഇതുപോലെ ഈ കഥാപാത്രത്തെ അവരുടേതാക്കി മാറ്റണം. അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഐ ടോട്ടലി ഓൾവേസ് വെൽക്കം ഇറ്റ്.